Hi dear students. So, നിങ്ങളുടെ JEE second phase question discussion ലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. Myself രൂപ വർഗീസ് റോബർട്ട്. So, നമ്മുടെ JEE second phase ഏപ്രിൽ 5-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോർണിംഗ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഏപ്രിൽ 5-ാം തീയതി നടന്ന മോർണിംഗ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ എടുക്കുന്നത് കെമിസ്ട്രി ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. നമുക്ക് നോക്കാമെന്ന്. The statements that are correct about the species O2 minus F minus Na plus and Mg2 plus 61th question ആയിട്ട് the statements that are correct about the species O2 minus F minus Na plus and Mg2 plus അവർ പറയുന്നു ഇതെല്ലാം ഐസോ ഇലക്ട്രിക് ഓൾ ആർ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നുണ്ട്. ഓൾ ആർ ഐസോ ഇലക്ട്രോണിക്. നമുക്ക് നോക്കാം. O2 മൈനസ് ആകുമ്പോഴേക്കും 10 ഇലക്ട്രോൺ സ്പീഷീസ് ആയില്ലേ. O2 മൈനസ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. F മൈനസ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. Na പ്ലസ് എന്ന് പറയുന്നതും 10 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. Mg2 പ്ലസും 10 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഐസോ ഇലക്ട്രോണിക് അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഓൾ ഹാവ് ദ സെയിം ന്യൂക്ലിയർ ചാർജ് ആണോ? ഓക്സിജനെ സംബന്ധിച്ച് ഓക്സിജന്റെ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 8 പ്രോട്ടോൺസ് ആണ് ഓക്സിജൻ ഉള്ളത്. ഫ്ലൂറിനെ സംബന്ധിച്ച് 9 ഉണ്ട്. സോഡിയത്തെ സംബന്ധിച്ച് 11 ഉണ്ട്. ദെൻ മഗ്നീഷ്യത്തെ സംബന്ധിച്ച് 12 പ്രോട്ടോൺസ് ഉണ്ട്. 12 പ്രോട്ടോൺസ് അതെ. അങ്ങനെയെങ്കിൽ ഇവരുടെ ന്യൂക്ലിയർ ചാർജസ് സെയിം ആണോ? ഓൾ ഹാവ് ദ സെയിം ന്യൂക്ലിയർ ചാർജ് അല്ലല്ലോ. പ്രോട്ടോൺസിന് എണ്ണം വ്യത്യാസം ആയതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് സെയിം അല്ല. അത് സെയിം അല്ല. O2 minus has the largest ionic radii. O2 minus has the largest ionic radii. നോക്കാം. O2 minus ഈ തന്നിരിക്കുന്ന 4 പേരുടെയും അയോണിക് റേഡിയയിലെ ഏറ്റവും ചെറിയ ആളെന്ന് പറയുന്നത് Mg2 പ്ലസ് ആണ്. Mg2 പ്ലസ്. പിന്നെയുള്ളത് Na പ്ലസ്. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് F മൈനസ്. ഇതിനേക്കാട്ടിലും വലുതാണ് O2 മൈനസ്. അങ്ങനെയെങ്കിൽ O2 ഹാസ് ദി ലാർജസ്റ്റ് അയോണിക് റേഡിയൈ. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നു? O2 മൈനസ് ഹാസ് ദി ലാർജസ്റ്റ് അയോണിക് റേഡിയൈ. Mg2 പ്ലസ് ഹാസ് ദി സ്മോളസ്റ്റ് അയോണിക് റേഡിയൈ. അതും കറക്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? Mg2 പ്ലസ് ഹാസ് ദി സ്മോളസ്റ്റ് അയോണിക് റേഡിയൈ. കാരണം ഇവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. സോ ഇവർക്കായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് റേഡിയൈ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ACD ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ACD. സോ തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരും. ACD ഉള്ളി. സോ തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗീവ്സ് എ പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് നിൻഹൈഡ്രിൻ? നമ്മൾ സാധാരണഗതിയിൽ നിൻഹൈഡ്രിൻ യൂസ് ചെയ്യുന്നത് ആൽഫ അമിനോ ആസിഡ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൽഫ അമിനോ ആസിഡ്സ്. അങ്ങനെയെങ്കിൽ ആൽഫ അമിനോ ആസിഡ്സ് ഉള്ള സാധനങ്ങളിലാണല്ലോ, അത് നാച്ചുറലി ഒക്കറിങ് പ്രോട്ടീൻസിനകത്തെല്ലാം ആൽഫ അമിനോ ആസിഡ്സ് കാണുമല്ലോ. നാച്ചുറലി ഒക്കറിങ് പ്രോട്ടീൻസിനകത്തെല്ലാം ആൽഫ അമിനോ ആസിഡ്സ് കാണും. അതുകൊണ്ട് നിൻഹൈഡ്രിൻ നമ്മൾ സാധാരണ രീതിയിൽ ആൽഫ അമിനോ ആസിഡ്സ് ഉണ്ടോ എന്ന് അറിയാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്റ്റാർച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അമിനോ ആസിഡ് വരാൻ സാധ്യതയില്ല. സെല്ലുലോസും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, വരാനായിട്ട് സാധ്യതയില്ല. എന്നാൽ എഗ് ആൽബുമിൻ ഒരു പ്രോട്ടീൻ ആണ്, നാച്ചുറലി ഒക്കറിങ് പ്രോട്ടീൻ ആണ്. അതിനകത്ത് ഡെഫിനറ്റ്ലി ആൽഫ അമിനോ ആസിഡ് കാണും. അതുകൊണ്ട് നിൻഹൈഡ്രിൻ ഒരു പോസിറ്റീവ് ടെസ്റ്റ് അവിടെ തരികയും ചെയ്യും. എന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ് ഒരു പോളിമർ ആണ്, ഒരു സിന്തറ്റിക് പോളിമർ ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് നിൻഹൈഡ്രിൻ തരില്ല. അങ്ങനെയെങ്കിൽ എഗ് ആൽബുമിനിലേക്ക് നിങ്ങൾ നിൻഹൈഡ്രിൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബ്ലൂയിഷ് വയലറ്റ് കളർ കിട്ടും. ബ്ലൂയിഷ് വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂയിഷ് പർപ്പിൾ കളർ കിട്ടും. സോ അവിടെ ആൽഫ അമിനോ ആസിഡ് ഉണ്ടെന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. സോ ഹാവ് യു ഗോട്ട് ഇറ്റ്? അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് എ പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് നിൻഹൈഡ്രിൻ? എഗ് ആൽബുമിൻ ആയിരിക്കും. എഗ് ആൽബുമിൻ. 63rd question. Number of sigma bonds and pi bonds present in ethylene molecule is respectively. ethylene molecule കേൾക്കുമ്പോഴേ അറിയാം എത്തിലീൻ ആരാന്ന്. നമ്മുടെ ഈഥീൻ ആണ് എത്തിലീൻ എന്ന് പറയുന്ന സാധനം. നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഈഥീന്റെ സ്ട്രക്ചർ. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്, കാർബൺ ഹൈഡ്രജൻ 1 2 3 4 4 സിഗ്മ ബോണ്ട്. കാർബൺ ഹൈഡ്രജൻ 4 സിഗ്മ ബോണ്ട് ഉണ്ട്. കൂടാതെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ബോണ്ട് ആണ്. അങ്ങനെ മൊത്തം 5 സിഗ്മ ബോണ്ട്സ് ആണ് എത്തിലീനകത്തുള്ള. എത്തിലീനകത്ത് 5 സിഗ്മ ബോണ്ട്സും എത്ര പൈ ബോണ്ട് ഉണ്ട്? ഒരു പൈ ബോണ്ട്. കാർബൺ കാർബൺ പൈ ബോണ്ട് ഒരെണ്ണം ഉണ്ട്. 1 പൈ ബോണ്ട്. 1 പൈ ബോണ്ട്. അങ്ങനെയെങ്കിൽ 63rd question 5 സിഗ്മ ബോണ്ട്സ് ആൻഡ് 1 പൈ ബോണ്ട്. കറക്റ്റ് ഓപ്ഷൻ 4 വരും. 4 ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു റിയാക്ഷൻ സീക്വൻസ് തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. വലിയൊരു റിയാക്ഷൻ സീക്വൻസ് ആണ്. 3 പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് സീക്വൻഷ്യലായിട്ട്. എക്സ് വൈ സി. അങ്ങനെയെങ്കിൽ എക്സും വൈയും സിയും എന്നാന്നൊക്കെ നോക്കാം. ക്ലോറോ ബെൻസീനിനെ
സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വെറുതെ ട്രീറ്റ് ചെയ്യുമല്ല, അറ്റ് 623 കെൽവിൻ ആൻഡ് 300 ATM പ്രഷർ, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ചെയ്യുമാണ്. കാരണം ബെൻസീൻ റിങ്ങിൽ എന്നാ നടക്കാൻ പോകുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻഡ് വിച്ച് ഈസ് നോട്ട് ആക്ച്വലി ഫേവറബിൾ ഓർ പോസിബിൾ അറ്റ് ഓർഡിനറി കണ്ടീഷൻ. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് എക്സ്ട്രീം കണ്ടീഷൻസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിൽ ബെൻസീൻ റിങ്ങിലേക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ക്ലോറിനെ അവിടുന്ന് റിമൂവ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഫീനോക്സൈഡ്. ആൻഡ് ക്ലോറോബെൻസീനെ ഫീനോക്സൈഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത റിയാക്ഷൻ്റെ പേരായിരുന്നു ദി ഡോസ് പ്രോസസ്. ആ ഡോസ് പ്രോസസ്സിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സോഡിയം ഫീനോക്സൈഡ്. സോഡിയം ഫീനോക്സൈഡിനെ HCl വെച്ച് അസിഡിഫൈ ചെയ്തു. അപ്പോൾ ആരായി മാറി? അദ്ദേഹം ഫീനോളായി മാറി. ഈ ഫീനോളിലേക്ക് തന്നെ ഇവർ വീണ്ടും ചെയ്തിരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് HNO3. അപ്പോൾ എന്താ നടക്കുന്നത് നമുക്കറിയാം, നൈട്രേഷൻ ആണ് നടക്കുന്നത്. ഫീനോൾ ഹൈലി ആക്ടിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നൈട്രോ ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിലേക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2,4,6 ട്രൈനൈട്രോഫീനോൾ പിക്രിക് ആസിഡിനെ കിട്ടും. 2,4,6 ട്രൈനൈട്രോഫീനോൾ പിക്രിക് ആസിഡിനെ കിട്ടും. സോ ദ കറക്റ്റ് ഓപ്ഷൻ വുഡ് ബി 64th കറക്റ്റ് ഓപ്ഷൻ 3 ആയിട്ട് വരും. ഓക്കെ, സോ സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആരാണ്? 2,4,6 ട്രൈനൈട്രോഫീനോൾ ഓർ പിക്രിക് ആസിഡ് എന്ന് പറയും, പിക്രിക് ആസിഡ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി മെറ്റൽ ദാറ്റ് ഷോ ഹയസ്റ്റ് ആൻഡ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഈ മെറ്റൽസിനെ അങ്ങ് നോക്കാം. ഓക്കെ, ഹയസ്റ്റ് ആൻഡ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെറ്റൽസിനെ നോക്കാം. ഇതിൽ ടൈറ്റേനിയം കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +2 കാണിക്കും, +3 കാണിക്കും, അതുപോലെ തന്നെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും ടൈറ്റേനിയം കാണിക്കും. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടൈറ്റേനിയം കാണിക്കും. കൊബാൾട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ +2 കാണിക്കും, +3 കാണിക്കും, +4 കാണിക്കും. എന്നാൽ മാംഗനീസ് +2 കാണിക്കും, +3 കാണിക്കും, +4 കാണിക്കും, +5 കാണിക്കും, +6 കാണിക്കും, ആൻഡ് +7 കാണിക്കും. ഇത്രയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസ് കാണിക്കും. അയൺ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ +2 കാണിക്കും, +3 കാണിക്കും, +4 കാണിക്കും, +6 കാണിക്കും. +6. അങ്ങനെയെങ്കിൽ ദ മെറ്റൽ ദാറ്റ് ഷോസ് ഹയസ്റ്റ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതും അതിലേറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതും ആരാണ് ഇവിടെ? മാംഗനീസ്. സോ മാംഗനീസ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 3 ആയിരിക്കും വരിക. ഓക്കെ, മാംഗനീസ് ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്ന മാംഗനീസ് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ദി ഇൻകറക്റ്റ് പോസ്റ്റുലേറ്റ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നമുക്ക് ആ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ അറിയാം. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ്. ശരി തന്നെയാണ്. നിങ്ങൾ ഓക്സിജൻ എടുത്താൽ ഓക്സിജന്റെ മാസ് ആയിരിക്കത്തില്ല ഫ്ലൂറിന്റെ മാസ് ആയിരിക്കത്തില്ല കാർബണിന്റെ മാസ്. സോ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഡിഫർ ഇൻ മാസ്. ശരിയാ പറഞ്ഞിരിക്കുന്നത്, അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആണ്. കറക്റ്റ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഡിവിസിബിൾ ആറ്റംസ്. ശരിയാണോ? ഡാൾട്ടൺ ഈ അറ്റോമിക് തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതായത് ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആറ്റംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ശരിയാണ് പറയുന്നത്. ഡിഫറെൻറ്റ് എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യും. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട്സിനെ കിട്ടുന്നത്. അത് ശരിയാണ്. All the atoms of given element have different properties including mass. കറക്റ്റ് ആണോ? ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ ആറ്റവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ഓൾ ദി ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ്, ഒരു എലമെന്റിലെ ആറ്റംസുകളെല്ലാം ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലല്ലോ? അപ്പോൾ അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ജസ്റ്റ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അതും ശരിയാണ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ച് പറഞ്ഞതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ആറ്റംസ് ജസ്റ്റ് റീഓർഗനൈസ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സോ അങ്ങനെയെങ്കിൽ അത് കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ബിയും ഡിയും. പി ആൻഡ് ഡി ഒള്ളി. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും വരിക. ഓക്കെ, 66th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വരും.
സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് പതിയെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. പതിയെ. The following reaction occurs in the blast furnace where iron ore is reduced to iron metal. Using Le-Chatelier's principle, predict which one of the following will not disturb the equilibrium. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്ന് എഴുതി നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ ഇരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് Fe liquid into concentration of carbon dioxide gas cube divided by concentration of ferric oxide solid into concentration of carbon monoxide cube. ഇതിനകത്ത് ഫെറിക് Fe ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോൺസെൻട്രേഷൻ Fe ലിക്വിഡ് ആണ്, Fe2O3 ആണ്. രണ്ടുപേരും കണ്ടൻസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇക്വിലിബ്രിയത്തിൽ ഇവർക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. നമ്മൾ ഇവരുടെ കോൺസെൻട്രേഷൻസ് യൂണിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുമായിരുന്നു. അങ്ങനെയെങ്കിൽ K ഈക്വൽ ടു എന്ത് വരും? CO2 ഗ്യാസ്, കോൺസെൻട്രേഷൻ ഓഫ് CO2 ഗ്യാസ് ക്യൂബ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. അതായത് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ മാറണം. അങ്ങനെയെങ്കിൽ നമ്മുടെ അയണിനും അതുപോലെ തന്നെ ഫെറിക് ഓക്സൈഡിനും എന്തെങ്കിലും ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? യൂസിങ് Le-Chatelier's principle, predict which one of the following will not disturb the equilibrium. Addition of Fe2O3 എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. കാരണം the equilibrium constant is independent of Fe2O3. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് CO2 അഫക്റ്റ് ചെയ്യും, റിമൂവൽ ഓഫ് CO2 അഫക്റ്റ് ചെയ്യും, റിമൂവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് അഫക്റ്റ് ചെയ്യും. പക്ഷെ അഫക്റ്റ് ചെയ്യത്തില്ല എപ്പോൾ? Fe2O3 എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, Fe എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇക്വിലിബ്രിയത്തിനൊന്നും സംഭവിക്കത്തില്ല. Therefore addition of Fe2O3, നിങ്ങൾ എന്നാ കാണിച്ചു, Fe2O3 ആഡ് ചെയ്താലും റിമൂവ് ചെയ്താലും ഇക്വിലിബ്രിയത്തിന് ഒന്നും സംഭവിക്കില്ല. ഇക്വിലിബ്രിയം റിമെയിൻസ് അൺഅഫക്റ്റഡ്. സോ 67th ക്വസ്റ്റ്യൻ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following complex will exhibit the least paramagnetic behavior? ആ ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ അറിയണമെങ്കിൽ നമ്മുടെ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ചിട്ടാണ് നമ്മളത് പറയുക. സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് mu equal to √n into n+2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഈ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ അത് വെച്ചിട്ടാണ് നമ്മൾ ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയറും ഡയാമാഗ്നറ്റിക് ബിഹേവിയറും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കുറവാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂം കുറവായിരിക്കണ്ടേ? അപ്പം മ്യൂവിൻ്റെ വാല്യൂ കുറയണമെങ്കിൽ ആരുടെ വാല്യൂ കുറയണം? എന്നിൻ്റെ വാല്യൂ കുറയണം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തരും എഴുതി നോക്കാം. Mn2+ ആകുന്ന സമയത്ത് D5 കോൺഫിഗറേഷൻ ആണ് കിട്ടാവുന്നതിൽ മാക്സിമം അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതിൻ്റെ കയ്യിലിരിപ്പുണ്ട്. D5 കോൺഫിഗറേഷൻ ആണ്, മാക്സിമം അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാംഗനീസിൻ്റെ കയ്യിലുണ്ട്. കൊബാൾട്ട് 2+, അപ്പോൾ കൊബാൾട്ട് എവിടെ വരും? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് D7 കോൺഫിഗറേഷൻ ആണ്. CO2+ വരുന്നത് D7 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് D7 കോൺഫിഗറേഷൻ. ഇനി ക്രോമിയം 2+ നമുക്കറിയാം ക്രോമിയം 2+ എന്ന് പറയുമ്പം 24 ആണ്, അറ്റോമിക് നമ്പർ 24. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ആണ്. ക്രോമിയം ആകുമ്പോഴേക്ക് ശരിക്കും D5S1 എന്നാണ് വരുന്നത്. D5S1 2 ഇലക്ട്രോൺസ് പോയിട്ടുണ്ട്, അപ്പോൾ D4 കോൺഫിഗറേഷൻ ആണ്. D5S1 2 ഇലക്ട്രോൺ പോയി, അപ്പോൾ D4 കോൺഫിഗറേഷൻ. ആൻഡ് Fe2+, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ D6 കോൺഫിഗറേഷൻ ആണ്. D6 കോൺഫിഗറേഷൻ Fe2+ വരുമ്പം D6 കോൺഫിഗറേഷൻ. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും വ്യക്തമല്ലേ എന്നിൻ്റെ വാല്യൂ ഏറ്റവും കുറവുള്ള ആളാരാ? ഏറ്റവും കുറവുള്ള ആൾ കൊബാൾട്ട്. 3 അൺപെയ്ഡ് ഇലക്ട്രോൺസേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള ആൾ ഇവിടെ കൊബാൾട്ട് ആയിരിക്കും. ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള ആൾ കൊബാൾട്ട് ആയിരിക്കും. സോ അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരും കറക്റ്റായിട്ട്. 68th ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓപ്ഷൻ വരും. സോ അങ്ങനെയെങ്കിൽ നമുക്കിത്
കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അങ്ങനെയെങ്കിൽ 69th ക്വസ്റ്റ്യനിലേക്ക് വരാം. 69th ക്വസ്റ്റ്യൻ. Molar ionic conductivities of divalent cation and anion are 57 Siemens centimeter square per mole and 73 Siemens centimeter square per mole respectively. The molar conductivity of the solution of the electrolyte will with the above cation and anion will be. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ലാംഡ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് വുഡ് ബി ലാംഡ ഓഫ് the divalent cation plus lambda of the divalent anion. divalent cationindeയും divalent anionindeയും മോളാർ കണ്ടക്ടിവിറ്റീസ് കൂട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റീസ് എത്രയാണ് തന്നിരിക്കുന്നത്? കാറ്റിയോണിൻ്റെ 57 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളും ആനയോണിൻ്റെ തന്നിരിക്കുന്നത് 73 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളുമാണ് തന്നിരിക്കുന്നത്. കൂട്ടി വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ 130 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ നമുക്ക് കിട്ടും. സോ അങ്ങനെയെങ്കിൽ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ, ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 130 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആയിരിക്കും വരിക. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് യുവർ കറക്റ്റ് ആൻസർ. 69th ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓപ്ഷൻ വരും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് 70th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. 70th ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതിയായിരുന്നു 130 കിട്ടാനായിട്ട്. നിങ്ങൾ ചെയ്തു എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് 70th ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2. നൈട്രേഷൻ ഓഫ് ബെൻസീൻ ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നൈട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നൈട്രിക് ആസിഡിനെ സൾഫ്യൂരിക് ആസിഡിനോടൊപ്പം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് മോർ അസിഡിക് ആണ്. നൈട്രിക് ആസിഡിനെക്കാളും മോർ അസിഡിക് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യും, നൈട്രിക് ആസിഡ് ഇവിടെ ഒരു ബേസ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. ഈ സൾഫ്യൂരിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം HSO4- കിടക്കും. ഈ H+നെ നൈട്രിക് ആസിഡിലെ ഓക്സിജൻ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ നൈട്രിക് ആസിഡിലെ ഓക്സിജൻ H+നെ അബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഓക്സിജൻ്റെ ലോൺ പെയർ വെച്ചിട്ട് അതിനെ അബ്സ്ട്രാക്ട് ചെയ്തു. അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയാരാന്ന് നോക്കി, നമുക്ക് പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഒരു നൈട്രിക് ആസിഡിനെ കിട്ടും. വേർ ദി ഓക്സിജൻ ക്യാരീസ് എ പോസിറ്റീവ് ചാർജ് ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് വൺ ഓഫ് ഇറ്റ്സ് ലോൺ പെയർ. ഒരു ലോൺ പെയറിനൊന്നും പറ്റാതെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സ്പീഷീസ് ഇത് തന്നെയല്ലേ. ഇവിടെ നിന്ന് വാട്ടർ പുറത്തു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പീഷ്യസ്, കാരണം ഈ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്തത് പുറത്തു പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഷ്യസ് NO2+ കിട്ടും, ഇലക്ട്രോഫൈലിനെ കിട്ടും. ശരിയല്ലേ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? സോ ദെയർഫോർ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2 use of Lewis base promotes electrophilic substitution of benzene. ശരിയാണോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം എടുത്ത റിയാക്ഷൻ തന്നെ എടുത്തു. നിങ്ങളൊരു ലൂയിസ് ബേസിനെ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഈ ലൂയിസ് ബേസ് എന്നാ ചെയ്യും? ഇവർ ഇലക്ട്രോൺ പെയർ ഡോണർ അല്ലേ ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ പെയർസ് ഈ ഇലക്ട്രോഫൈലിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൂയിസ് ബേസിൻ്റെ ലോൺ പെയർസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർസ് വന്ന് NO2നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇലക്ട്രോഫൈലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു അല്ലെങ്കിൽ ഇലക്ട്രോഫൈലിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ യൂസ് ഓഫ് ലൂയിസ് ബേസ് പ്രൊമോട്ട്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ. ശരിയാണോ? അല്ല, അത് ശരിക്കും ഒരിക്കലും ഫേവർ ചെയ്യത്തില്ല, പകരം തിരിച്ച് ഓപ്പോസിറ്റ് എഫക്റ്റ് കാണിക്കും. അതായത് ലൂയിസ് ബേസ് റിയാക്ഷൻ്റെ ഈൽഡ് ഭയങ്കരമായിട്ട് കുറച്ച് കളയും. പ്രൊമോട്ട് അല്ല ചെയ്യുന്നത്, പകരം റേറ്റ് അല്ലെങ്കിൽ കുറച്ച് കളയും, ഈൽഡ് ഭയങ്കരമായിട്ട് കുറച്ച് കളയും. സോ 70th ക്വസ്റ്റ്യൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റും അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ഓർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് ഇൻകറക്റ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ വരും 70th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് 71st ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. 71st ക്വസ്റ്റ്യൻ. The reaction at cathode in the cells commonly used in clocks involved. അപ്പോൾ ക്ലോക്കിൽ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് എന്ന് പറയുന്ന സെല്ലെന്ന് പറയുന്ന സാധനം പ്രൈമറി സെല്ലാണ്. നമ്മുടെ ബാറ്ററി എന്ന് പറയുന്ന സാധനം പ്രൈമറി സെല്ല്, നമ്മൾ ക്ലോക്കിലും ഒക്കെ ഇടുന്ന TV റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി. അപ്പോൾ അതിൽ നടക്കുന്ന റിയാക്ഷൻ എന്നാന്ന് നോക്കാം. ആനോഡിനെ ഒന്ന് നോക്കാം.
ആനോഡിൽ നടക്കുന്നത് ശരിക്കും സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സിങ്ക് സോളിഡ്. അവർക്ക് ഓക്സിഡേഷൻ നടന്ന് ഇത് Zn2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. Zn2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം കാഥോഡിൽ സംഭവിക്കുന്നത് നമ്മൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ഒരു പേസ്റ്റ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് അമോണിയം അയോണിൻ്റെ പ്രസൻസിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും അവിടെ വെച്ച് റിഡക്ഷൻ സംഭവിക്കും. കാഥോഡിൽ നമുക്കറിയാം ആനോക്സ് റെഡ് ക്യാറ്റ്, ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ, ആനോക്സ് റെഡ് ക്യാറ്റ്. അങ്ങനെ മാംഗനീസിന് ഇവിടെ വെച്ചിട്ട് റിഡക്ഷൻ സംഭവിക്കും. Mn+4 സ്റ്റേറ്റിൽ നിന്നും റിഡക്ഷൻ സംഭവിച്ച് ഇവർ MnOOH ആയിട്ട് മാറും. MnOOH ആയിട്ട് മാറും. കൂട്ടത്തിൽ നിങ്ങൾക്ക് അമോണിയയും കിട്ടും. ഇനി പ്രോഡക്റ്റിലെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് നോക്കി. +4 മാംഗനീസ് നമുക്കറിയാം OH ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്സിജന്റെ -2 ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ -3. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ മാംഗനീസ് +3 സ്റ്റേറ്റിൽ വരണം. അതായത് +4 മാംഗനീസ് എങ്ങോട്ട് വന്നു? +3 വന്നു. റിഡക്ഷൻ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ +4 മാംഗനീസ് എങ്ങോട്ട് വന്നു? +3 വന്നു. റിഡക്ഷൻ ഓഫ് മാംഗനീസ് ഫ്രം +4 to +3. സോ ഫസ്റ്റ് ഓപ്ഷൻ 71st ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വരും. സോ ഇതാണ് സാധാരണ പ്രൈമറി സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ സിങ്കിന് ഓക്സിഡേഷൻ നടക്കും, കാഥോഡിൽ മാംഗനീസിന് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, സോറി, മാംഗനീസ് ഡയോക്സൈഡിലെ മാംഗനീസിന്റെ +4 സ്റ്റേറ്റിൽ നിന്നും റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. An organic compound has 42.1% carbon, 6.4% hydrogen, and the remainder is oxygen. If its molecular weight is 342, then its molecular formula is. അപ്പോൾ അസ്യൂം ചെയ്തോ നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല CXHYOZ ആണെന്ന് വിചാരിച്ചു. CXHYOZ ആണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് കാർബണിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ മോളിക്കുലാർ ഫോർമുല വെച്ചിട്ടാണെങ്കിൽ 12x ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100 എന്നല്ലേ വരേണ്ടത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 42.1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. 12x ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 342 ഇൻറ്റു 100 ഈക്വൽ ടു 42.1. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വുഡ് ബി ഒബ്റ്റെയിൻഡ് ആസ് 12 എന്ന് കിട്ടും. 12 എന്ന് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ 12 ആയിട്ട് കിട്ടും. എക്സിൻ്റെ വാല്യൂ 12 ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 2ഉം രണ്ടാമത്തേത് 4ഉം. അപ്പോൾ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. Y ആണ് നമ്മൾ ഹൈഡ്രജന് കൊടുത്തിരിക്കുന്ന ലേബൽ. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഹൈഡ്രജൻ വുഡ് ബി ഈക്വൽ ടു 12y അല്ല, വെറും y ആണ്. Y കാരണം ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. സോ y ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100 ആണ്. എത്ര തന്നിരിക്കുന്ന പെർസെൻറ്റേജ്? 6.4%. സോ 6.4% എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 6.4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു മോളിക്കുലാർ മാസ് 342. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 22 എന്ന് കിട്ടും. 22 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 22. സിമിലർലി നിങ്ങൾക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. റിമൈൻഡർ ഈസ് ഓക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിമൈൻഡർ. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര വരും? 100 മൈനസ് 42.1 പ്ലസ് 6.4. അപ്പോൾ എത്ര വരും? 100 മൈനസ് 48.5 എന്ന് വരും. 48.5 എന്ന് വരും. സോ ദ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 51.5% ഓക്സിജൻ ഉണ്ട്. 51.5%. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് 51.5% എന്ന്. 51.5% വുഡ് ബി ഈക്വൽ ടു നമ്മൾ എടുത്തിരിക്കുന്ന Z ഓക്സിജൻസ് എന്നാണ്. ഓക്സിജൻ്റെ മാസ് വരുന്നത് 16 Z ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 342 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 51.5നോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സിയുടെ വാല്യൂ കിട്ടാൻ സാധ്യത O11 ആയിരിക്കും. ഓക്സിജൻ്റെ വാല്യൂ ഓക്സിജൻ എണ്ണം 11 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ എണ്ണം നമുക്ക് കിട്ടി. എത്ര കിട്ടി?
22 എന്ന് കിട്ടി, കാർബൺ എണ്ണം 12 എന്ന് കിട്ടി, ഓക്സിജൻ എണ്ണം 11 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫോർമുല വരുന്നത് C12H22O11 എന്ന് വരും. C12H22O11 എന്ന് വരും. ഒരു ഡൈസാക്കറൈഡ് ആണ് സാധനം C12H22O11. സൂക്രോസ് ആവാം, മാൾട്ടോസ് ആവാം, ലാക്ടോസ് ആവാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡൈസാക്കറൈഡ് ആവാം. C12H22O11 എന്ന് വരും. സോ 72nd ക്വസ്റ്റ്യൻ 4 വരും. 72nd ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ 4 വരും. ചെയ്തത് എങ്ങനെയാണെന്ന് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ മോഡുലേറ്റ് ചെയ്തിട്ട് കാർബൺ എണ്ണം കണ്ടുപിടിക്കാം, ഹൈഡ്രജൻ എണ്ണം കണ്ടുപിടിക്കാം, ഓക്സിജൻ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 73rd ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. 73rd ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. The correct order of ligands arranged in the increasing field strength. അപ്പോൾ നമുക്ക് സ്പെക്ട്രോകെമിക്കൽ സീരീസ് അറിയാം, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് തന്നിരിക്കുന്ന അയോൺസിനെയൊക്കെ നമുക്ക് എഴുതി വെക്കാം. Br മൈനസിനെ തന്നിട്ടുണ്ട്, F മൈനസിനെ തന്നിട്ടുണ്ട്, H2O തന്നിട്ടുണ്ട്, NH3 തന്നിട്ടുണ്ട്, I മൈനസിനെ തന്നിട്ടുണ്ട്, പിന്നെ Cn മൈനസ് തന്നിട്ടുണ്ട്, NH3 തന്നിട്ടുണ്ട്, H2O എഴുതിയിട്ടുണ്ട്, OH മൈനസ് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ആൾ Cn മൈനസ് ആണ്. Cn മൈനസ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സ്ട്രെങ്ത് ഉള്ള ആളെന്ന് പറയുന്നത് NH3 ആണ്. NH3 കഴിഞ്ഞാൽ പിന്നെ സ്ട്രെങ്ത് ഉള്ള ആളെന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടർ കഴിഞ്ഞാൽ പിന്നെയുള്ള ആൾ OH മൈനസ് കഴിഞ്ഞാൽ പിന്നെയുള്ള ആള് ഫ്ലൂറിൻ. അത് കഴിഞ്ഞ് പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം തന്നിരിക്കുന്നവയിൽ ഈ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. Cn മൈനസ് കഴിഞ്ഞാണ് അമോണിയ വരേണ്ടത്, പക്ഷെ തിരിച്ചല്ല എന്നിരിക്കുന്നത്. അപ്പം 3 വരില്ല. Cn മൈനസ് കഴിഞ്ഞ് Br മൈനസ് വരണം, Br മൈനസ് കഴിഞ്ഞ് OH മൈനസ്, തിരിഞ്ഞു പോയല്ലേ. OH മൈനസ് കഴിഞ്ഞ് വേണ്ടേ Br മൈനസ് വരാൻ. അപ്പം ഇതും ഇൻകറക്റ്റ്. NH3ക്ക് താഴെ I മൈനസ് വന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ I മൈനസ് കഴിഞ്ഞാൽ Br മൈനസ് വന്നിരിക്കുന്നത്, തിരിച്ചല്ലേ. F മൈനസ് വന്നിട്ട് Br മൈനസ് വന്നിട്ട് I മൈനസ് വരത്തുള്ളൂ. അപ്പോൾ 2 വരില്ല. പിന്നെ വരാൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. NH3 കഴിഞ്ഞ് വാട്ടർ കഴിഞ്ഞ് ഫ്ലൂറിന് കഴിഞ്ഞ് ബ്രോമിന്. സോ ഫസ്റ്റ് ഓപ്ഷൻ വരും. 73rd ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വരും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. 73rd ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഐഡന്റിഫൈ എ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അത് നമുക്ക് റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. തന്നിരിക്കുന്നത് ബ്യൂട്ടാനോണിനെ തന്നിരിക്കുന്നു. 1 2 3 4 ബ്യൂട്ടാനോണിനെ തന്നിട്ടുണ്ട്. ബ്യൂട്ടാനോണിനെ റിയാക്ഷൻ നടത്തി ആരുമായിട്ട്? N2H4 ഹൈഡ്രസീനുമായിട്ട് റിയാക്ഷൻ നടത്തി എഥിലീൻ ഗ്ലൈക്കോൾ സോൾവെന്റിന്റെ പ്രസൻസിൽ KOHനെയും എടുത്തു. നല്ല പരിചയമുള്ള റിയാക്ഷൻ ആണല്ലോ. ആൽഡിഹൈഡ് കീറ്റോൺസിലെ കാർബണൈൽ ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പ് മെത്തിലീൻ ഗ്രൂപ്പാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു റിയേജന്റ് സിസ്റ്റമാണ് ഹൈഡ്രസീനും എഥിലീൻ ഗ്ലൈക്കോളും KOHും കൂടെ എടുത്തു കഴിഞ്ഞാൽ. ആൻഡ് ദാറ്റ് റിയാക്ഷൻ വാസ് റെഫർഡ് ടു ആസ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. ആൻഡ് വോൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലീൻ ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഇതുപോലെ കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലീൻ ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റുന്ന മറ്റൊരു സിമിലർ റിയാക്ഷൻ ഉണ്ട്, ക്ലെമൻസൺ റിഡക്ഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് വോൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ എന്തായിരിക്കും കിട്ടുക പ്രോഡക്റ്റ്? ഈ CO ഗ്രൂപ്പ് നേരിട്ട് എന്തായി മാറും? CH2 ഗ്രൂപ്പായിട്ട് മാറും. അങ്ങനെയെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓപ്ഷൻ 3. ബ്യൂട്ടാനോണിനെ എന്താക്കി മാറ്റി? ബ്യൂട്ടൈൻ മെത്തിലീനാക്കി മാറ്റി. വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലീനാക്കാൻ പറ്റുന്നതാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ആൻഡ് ഇതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണെങ്കിൽ എഥിലീൻ ഗ്ലൈക്കോൾ KOH എടുക്കുന്നതുകൊണ്ട് ഹാലോ കോമ്പൗണ്ടും കൂടെ ആണെങ്കിൽ, ഹാലജൻ ഉണ്ടെങ്കിൽ സാധാരണ ഇത് നമ്മളിത് എടുക്കാറില്ല, ഡീഹൈഡ്രോ ഹാലജനേഷന് സാധ്യത വരും. അതുപോലെ തന്നെ നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ എടുക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് HCl എടുക്കുന്നതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല, അവിടെയും ഡീഹൈഡ്രേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ സിമ്പിളാണ്. CO ഗ്രൂപ്പിനെ നേരിട്ട് CH2 ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. നമുക്ക് 75th ക്വസ്റ്റ്യൻ നോക്കാം. 75th ക്വസ്റ്റ്യൻ. ഫോർ ദി കോമ്പൗണ്ട് 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്സ്. അപ്പോൾ തന്നിരിക്കുന്നവരെയൊക്കെ നോക്കാം. ഒരു ഈതറിനെ തന്നിട്ടുണ്ട്, ഹൈഡ്രോ കാർബണെ തന്നിട്ടുണ്ട്, കീറ്റോണിനെ തന്നിട്ടുണ്ട്, ആൽക്കഹോളിനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ
ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള ആളെന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്, ഡ്യൂ ടു ഇറ്റ്സ് ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽക്കഹോൾ തന്നിരിക്കുന്നതിൽ ആൽക്കഹോളിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരാൻ സാധ്യത, ഹൈഡ്രജൻ ബോണ്ട് വരാൻ സാധ്യത. പിന്നെ ഉള്ളയാൾ, ഈ കൂട്ടത്തിലുള്ള ആളിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആള് കീറ്റോൺ ആണ്. കീറ്റോൺ നമുക്കറിയാം, ആൽഡിഹൈഡ്സിനെക്കാട്ടിലും ബോയിലിംഗ് പോയിന്റ് കീറ്റോണിന് കൂടുതലായിരിക്കും, സെയിം മോളിക്കുലർ മാസ് ഉള്ള ആൽഡിഹൈഡും കീറ്റോണും എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നവർ ഈതറും ഉണ്ട്, ഹൈഡ്രോ കാർബണും ഉണ്ട്. ഈതറിനകത്തും ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ട്, അസറ്റോൺ അല്ലെങ്കിൽ കീറ്റോണിന്റെ അത്രയും ഇല്ലാന്നേ ഉള്ളൂ, എന്നാലും ഉണ്ട്. സോ ഡൈപോൾ ഇൻട്രാക്ഷൻ കാരണം ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷേ കീറ്റോണിനെക്കാളും കുറവായിരിക്കും. എന്നാൽ ഹൈഡ്രോ കാർബൺ വരുമ്പോഴേക്കും വീക്ക് ഫോഴ്സ് ആയിട്ടുള്ള ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് ഇവർക്കിടയിലുള്ളത്. സർഫസ് ഏരിയയെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇൻക്രീസിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ബിക്കായിരിക്കും ഏറ്റവും കുറവ്, പിന്നെ എ വരും, പിന്നെ സി വന്നിട്ട് ഡി വരും, ബി വരും, എ വരും, സി വരും, ഡി വരും, തേർഡ് വരും. ഓക്കെ, 75th ക്വസ്റ്റ്യൻ തേർഡ് ഓപ്ഷൻ വരും. 75th തേർഡ് ഓപ്ഷൻ. 76th question നോക്കാം. 76th question. Given below are two statements. Bromination of phenol in solvents with a low polarity such as chloroform and carbon disulfide requires Lewis acid catalyst. വേണോ? ബ്രോമിനേഷന് ഒരു ലൂയിസ് ആസിഡിന്റെ ആവശ്യമുണ്ടോ ഫീനോളിന്റെ കേസിൽ? ഇല്ല. കാരണം ഫീനോളിന്റെ കേസിൽ ബെൻസീൻ റിംഗ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൂയിസ് ആസിഡിനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു മോണോബ്രോമിനേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. മോണോബ്രോമിനേറ്റഡ് പ്രോഡക്റ്റിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഫീനോൾ റിംഗ് ഓൾറെഡി റിങ്ങിനെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓർത്തോബ്രോമോ പ്രോഡക്റ്റിനെയും കിട്ടും, അതുപോലെ തന്നെ പാരാബ്രോമോ പ്രോഡക്റ്റിനെ കിട്ടും. പക്ഷേ നമ്മൾ ലൂയിസ് ആസിഡ് എടുക്കാത്തതിന് കാരണം നമ്മുടെ ഫീനോളിലെ ലോൺ പെയർ നമുക്കറിയാം ബെൻസീൻ റിങ്ങായിട്ട് റെസണൻസിലാണ് ഇരിക്കുന്നതെന്നറിയാം. പക്ഷേ അവിടെ ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് ആ ലൂയിസ് ആസിഡുമായിട്ട് അവർക്ക് റിയാക്ട് ചെയ്യാനായിട്ട്. ആ സാധ്യത കാരണമാണ് നമ്മൾ ലൂയിസ് ആസിഡ് എടുക്കാത്തത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. Statement 2. The Lewis acid catalyst polarizes the bromine to generate Br+. Lewis acid catalyst polarizes the bromine to generate Br+. കറക്റ്റ് ആണോ? ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാ. ഇവിടെ നല്ല ലൂയിസ് ആസിഡ് എടുക്കുന്നത് Br+നെ ജനറേറ്റ് ചെയ്യാൻ നല്ലതാണ്. അതായത് നിങ്ങളിപ്പോൾ എടുക്കുന്നത് Br2 ഇൻ പ്രസൻസ് ഓഫ് FeBr ആണെന്ന് വിചാരിച്ചു. Br2 ഇൻ പ്രസൻസ് ഓഫ് FeBr ആണെങ്കിൽ നമ്മുടെ അയണിന് വേക്കന്റ് ഓർബിറ്റൽസ് കിടപ്പുള്ളത് കൊണ്ട് തന്നെ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്ത് ബ്രോമിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കും. ബ്രോമിന്റെ ലോൺ പെയർ ഇലക്ട്രോണിനെ പിടിച്ചു വലിച്ചു കഴിയുമ്പോഴേക്കും Br3 ആണ്, FeBr3. അത് FeBr4- ആയി മാറുന്നു. ബാക്കി നിങ്ങൾക്കൊരു Br+നെ കിട്ടുന്നു. നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ Br+ ഇലക്ട്രോഫൈൽ ജനറേറ്റഡ് ആക്കാനായിട്ട് നമ്മളെ ആര് സഹായിച്ചു? FeBr3 ലൂയിസ് ആസിഡ് സഹായിച്ചു. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is false but 2 is true. Statement 1 is false but 2 is true. So fourth option correct ആയിട്ട് വരും. 76th question. Okay, നമുക്ക് 77th question നോക്കാം. Given below are two statements. In group 13, the stability of +1 oxidation state increases down the group. ശരിയാണ്. താഴേക്ക് പോകുന്തോറും എസ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് ഇവർ ബുദ്ധിമുട്ടാവും. ഇതായിരുന്നു ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇന്നർ ഓർബിറ്റൽ ഇലക്ട്രോൺസിനെ ബോണ്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും ഇനേർട്ട് പെയർ എഫക്റ്റ്. അപ്പോൾ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം ഗ്രൂപ്പ് 13 എലമെന്റ്സിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കൂടും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി താഴേക്ക് വരുന്തോറും കുറയും. അപ്പൊ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദി അറ്റോമിക് സൈസ് ഓഫ് ഗാലിയം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം. കറക്റ്റ് ആണോ? അല്ല. കാരണം ഗാലിയത്തിന് ഉള്ളില് 3D ഓർബിറ്റൽ കിടപ്പുണ്ട്, ഗാലിയത്തിന്റെ ഉള്ളിൽ 3D സബ്ഷെല്ല് കിടപ്പുണ്ട്. അവരുടെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം ഗാലിയത്തിന്റെ സൈസ് അലുമിനിയത്തെക്കാട്ടിലും കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എവിഡന്റ് ഫ്രം ദി അറ്റോമിക് റേഡിയായി. ഗാലിയത്തിൻ്റെത് 135 പൈക്കോമീറ്റർ വരുമ്പം അലുമിനിയത്തിന്റെ അറ്റോമിക് റേഡിയായി വരുന്നത് 143 പൈക്കോമീറ്റർ ആണ്. 143 പൈക്കോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ?
അറ്റോമിക് സൈസ് ഓഫ് ഗാലിയം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വാല്യൂ വെച്ചിട്ടും അതുപോലെ ഡി സബ്ഷെല്ലിൻ്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം സൈസ് കുറയുവാണ് ചെയ്യുന്നത് ശരിക്കും ഗാലിയത്തിന്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് അല്ലേ? സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും 2 ഇൻകറക്റ്റും. 1 is correct, 2 is incorrect. So second option വരും. 1 is correct but 2 is incorrect. So 77th question, second option. Okay. Let's see the next question. Next question നമുക്ക് കണ്ടു നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. നമുക്ക് നോക്കാം. നമുക്കറിയാം, കഥകളൊക്കെ അറിയാം എന്നാ ചെയ്യേണ്ടത്. അസർഷൻ റീസൺ ആണ്, അസർഷൻ ശരിയാണോ, റീസൺ ശരിയാണോ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നോക്കാം. Cis form of alkene is found to be more polar than trans form. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബ്യൂട്ട്-2-ene ആയിക്കോട്ടെ. ബ്യൂട്ട്-2-ene സിസ് ബ്യൂട്ട്-2-eനും സിസ് ബ്യൂട്ട്-2-eനും ട്രാൻസ് ബ്യൂട്ട്-2-eനും സിസ് ബ്യൂട്ട്-2-eനും ട്രാൻസ് ബ്യൂട്ട്-2-eനും. അപ്പോൾ നമുക്കറിയാം ഈ ട്രാൻസ് ബ്യൂട്ട്-2-ene എന്ന് പറയുന്ന സാധനം സിമെട്രിക്കൽ ആണ്. അപ്പോൾ നമ്മുടെ എന്താണ് ഡൈപോൾ മൊമെന്റ്സുകൾ ക്യാൻസൽഡ് ആവും, പിടിച്ചു വലിക്കും. സിമെട്രിക്കലായിട്ട് പിടിച്ചു വലിക്കുന്നതുകൊണ്ട് ക്യാൻസൽഡ് ആവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. പക്ഷേ സിസിൻ്റെ കേസിൽ അങ്ങനെയല്ല, സിമെട്രിക് അല്ല, അത് ക്യാൻസലിങ് ഔട്ട് വരുന്നില്ല, ഡൈപോൾ മൊമെന്റ്സ് ക്യാൻസൽഡ് ആവുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഡൈപോൾ മൊമെന്റ് ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. സോ സിസ് ഫോം ഓഫ് ആൽക്കീൻ ഈസ് ഫൗണ്ട് ടു ബി മോർ പോളാർ ദാൻ ദി ട്രാൻസ്ഫോം. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? അസർഷൻ ശരിയല്ലേ? റീസൺ എന്നാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡൈപോൾ മൊമെന്റ് ഓഫ് ട്രാൻസ് ഐസോമർ ഓഫ് 2-butene ഈസ് 0. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആവാൻ കാരണം എന്നാ? ഡൈപോൾസ് ക്യാൻസൽഡ് ആവും. അപ്പൊ റീസണും ശരിയാണ്. ഡൈപോൾസ് ക്യാൻസൽഡ് ആവും എന്നുള്ള രീതിയിലല്ലേ ഡൈപോൾ മൊമെന്റ് 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദെയർഫോർ അസർഷൻ ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസർഷനുമാണ്. കാരണം അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഡൈപോൾ മൊമെന്റ് ഓഫ് ട്രാൻസ് ഐസോമർ ഓഫ് 2-butene is 0 എന്നാ കാര്യം? ഈ ഡൈപോൾസ് ക്യാൻസൽഡ് ഔട്ട് ആവും, ഡൈപോൾ മൊമെന്റ് 0 ആവും. അതുകൊണ്ട് അവർ ലെസ് പോളാർ ആയിരിക്കും. പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണല്ലോ. സോ അസർഷൻ ട്രൂ, റീസൺ ട്രൂ, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസർഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 79th ക്വസ്റ്റ്യൻ വരാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ദി മോർ അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ബോറോൺ ഈസ് X. അപ്പോൾ നമുക്ക് മോർ അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ബോറോൺ അറിയണം. മോർ അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ബോറോണിന്റെ മോർ അബണ്ടന്റ് മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ് ഈസ് 5 boron 11 ആണ്. അങ്ങനെയെങ്കിൽ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ദ മോർ അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ബോറോൺ ഈസ് X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. X. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്കറിയാം. A-Z ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. 11 - 5 ചെയ്ത് കഴിഞ്ഞാൽ 6 ആയിരിക്കും ന്യൂട്രോൺസിന്റെ എണ്ണം. Amorphous boron upon heating with the air forms a product in which the oxidation state of boron is Y. അപ്പോൾ എന്നാ നോക്കാം. എയറുമായിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ എയറിൽ ആരാ ഉള്ളത്? എയറിലുള്ള ആള് നൈട്രജനുമായിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, അമോർഫസ് ബോറോണിനെ നൈട്രജനുമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു, ബോറോൺ നൈട്രൈഡ്. ആ ബോറോൺ നൈട്രൈഡിൽ ബോറോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ബോറോൺ ഇസ് Y. എത്രയായിരിക്കും വരിക? നൈട്രജന് നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റീവ് ആണ്. 3 കോവാലന്റ് ബോണ്ട് മെത്തേഡ് നോക്കുകയാണെങ്കിൽ 3 കോവാലന്റ് ബോണ്ട് 3 യൂണിറ്റ് കൊടുത്തു. ഇലക്ട്രോ നെഗറ്റീവിന് മൈനസും ഇലക്ട്രോ പോസിറ്റീവിന് പ്ലസും. അങ്ങനെയെങ്കിൽ ബോറോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായി? +3 ആയി. അങ്ങനെയെങ്കിൽ എക്സും വൈയുടെയും കൂടെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് X + Y. എത്ര വരും വാല്യൂ ഓഫ് X + Y? വാല്യൂ ഓഫ് X + Y വുഡ് ബിക്കം 6 + 3 9 വരും. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. 4 79th ക്വസ്റ്റ്യൻ്റെ 4th ഓപ്ഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ 9. സോ ഇപ്പം പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രേ ഉള്ളൂ. നിങ്ങളോട് ചോദിച്ചിരുന്ന മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ്, അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മോസ്റ്റ് അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ബോറോൺ എന്ന് പറയുന്നത് 5, ബോറോൺ 11 ആണ്. അവിടുത്തെ ന്യൂട്രോൺ എണ്ണം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ബോറോണും എയറും കൂടെ റിയാക്ട് ചെയ്തു, നൈട്രജനും കൂടെ റിയാക്ട് ചെയ്തു. N2 ഗ്യാസ് ആണ്. 2 ബോറോൺ ഉണ്ട്. സോ അങ്ങനെയെങ്കിൽ 2 ബോറോൺ നൈട്രൈഡ് കിട്ടും. അതിൽ ബോറോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. കോവാലന്റ് ബോണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ബോറോണിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. കോവാലന്റ് ബോണ്ട് മെത്തേഡ് പറയുമ്പോൾ ബോറോണും നൈട്രജനും തമ്മിൽ 3 കോവാലന്റ് ബോണ്ട് ഉണ്ട്. അപ്പോൾ ഓരോ ബോണ്ടിനും ഓരോ യൂണിറ്റ് വെച്ച് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നൈട്രജന് 3 യൂണിറ്റും ബോറോണിനും 3 യൂണിറ്റും
ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ മൈനസ് സൈന്, ഇലക്ട്രോ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് സൈന്. അങ്ങനെ ബോറോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 കിട്ടി. x+y വാല്യൂ എന്ന് പറയുന്നത് 9 വരും. 9. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ 80th ക്വസ്റ്റ്യൻ നോക്കാം. 80th ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ തന്നെയാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. Assertion: enthalpy of neutralization of strong monobasic acid. Strong monobasic acid HAയും strong monoacidic base BOH ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തു എന്ത് ഫോം ചെയ്യും? ABയും ഫോം ചെയ്യും, H2Oയും ഫോം ചെയ്യും. ആ സമയത്തെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ നമുക്കറിയാം. ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതേർമിക് ആണ്. അങ്ങനെയെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദി ന്യൂട്രലൈസേഷൻ എക്സോതേർമിക് ആണ്, പുറത്തേക്ക് എനർജി പോയി. സോ ദി എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഇസ് -57 kJ/mol. അത് തന്നെയാണോ തന്നിരിക്കുന്നത്? നോക്കി, അത് തന്നെയാണല്ലോ തന്നിരിക്കുന്നത്. 57 kJ/mol. ശരിയാണല്ലോ, കറക്റ്റ്. അസർഷൻ ശരിയാണ്. Enthalpy of neutralization is the amount of heat liberated when 1 mole H plus ions furnished by the acid combined with 1 mole of OH minus furnished by the base to form 1 mole of water. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പം enthalpy of neutralization is the amount of heat liberated when 1 mole of H plus ions furnished by the acid combines with 1 mole of OH minus ions furnished by the base to form 1 mole water. ശരിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും അല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരി. സോ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ and reason is the correct explanation for the assertion. Both assertion and reason are true and reason is the correct explanation for the assertion. Option 4 വരും. Option 4 വരും. സോ അങ്ങനെയെങ്കിൽ ചെയ്ത് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ആ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ബോത്ത് A and R are true and R is the correct explanation for the assertion. അങ്ങനെയെങ്കിൽ നമ്മളൊരു ചെക്ക് പോയിന്റ് കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ സിംഗിൾ കറക്റ്റ് ആൻസേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ന്യൂമറിക്കൽ ടൈപ്പ്, ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. (9.3 gram of pure aniline is treated with the bromine water at room temperature to give a white precipitate of the product P. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് എഴുതി നോക്കാം. അനലീൻ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഒരു വൈറ്റ് പ്രോഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ വൈറ്റ് പ്രോഡക്റ്റ്? ഡ്യൂ ടു ദി സ്ട്രോങ് +R എഫക്റ്റ് ഓഫ് NH2 ഗ്രൂപ്പ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് 2,4,6 ട്രൈബ്രോമോ അനലീനെ കിട്ടും. 2,4,6 ട്രൈബ്രോമോ അനലീൻ. അതാണ് നമ്മുടെ പ്രോഡക്റ്റ് P. The mass of the product P obtained is 26.4 grams ആണ്. 26.4 grams ആണ്. അങ്ങനെയെങ്കിൽ the percentage yield is അനലീൻ്റെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് 0.93. നമുക്കറിയാം ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന്. മോളിക്കുലർ മാസ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് അനലീൻ്റെ മോളിക്കുലർ മാസ്? 93. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അനലീൻ എന്ന് പറയുന്നത് 0.93 ഡിവൈഡഡ് ബൈ 93 വരും. 93 ഡിവൈഡഡ് ബൈ 93 വരും. അങ്ങനെയെങ്കിൽ എത്രയായി നമ്പർ ഓഫ് മോൾസ്? 0.93 ആണോ അത് 9.3 ആണോ? 9.3 ആയിരുന്നു അല്ലേ? 0.93 അല്ല, 9.3. സോ 9.3 ഡിവൈഡഡ് ബൈ 93 നമുക്ക് എത്ര കിട്ടും? 0.1 മോൾ എന്ന് കിട്ടും. 0.1 മോൾ അനലീനാണ് എടുത്തിരിക്കുന്നത്. ഈ 0.1 മോൾ അനലീൻ റിയാക്ട് ചെയ്തപ്പോൾ 26.4 gram ബ്രോമിൻ ട്രൈബ്രോമോ അനലീൻ ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മോളിക്കുലർ മാസ് വേണം. അങ്ങനെയെങ്കിൽ മോളിക്കുലർ മാസ് അനലീൻ്റെ 93 ആണെന്നറിയാം. 93 3 ഹൈഡ്രജനെ മാറ്റി. അപ്പം 90യോടൊപ്പം എത്ര കൂട്ടിയിട്ടുണ്ട്? 3 × 80 കൂട്ടിയിട്ടുണ്ട്, 240 കൂട്ടിയിട്ടുണ്ട്. അപ്പം 90 + 240 എന്ന് പറയുമ്പോഴേക്കും 330 ആയിരിക്കും. 330 ആയിരിക്കും ഇവരുടെ മോളാർ മാസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 26.4 ഡിവൈഡഡ് ബൈ 330. പെർസെൻറ്റേജ് ഈൽഡ് കണ്ടുപിടിക്കാമല്ലോ. പെർസെൻറ്റേജ് ഈൽഡ് എന്ന് പറയുന്നത് ഇനിഷ്യലി ടേക്കൺ, അത് പെർസെൻറ്റേജ് കൺവേർഷൻ. ടേക്കൺ ഒപ്റ്റൈൻഡ് ഇവിടെ ഉണ്ട്. ഒപ്റ്റൈൻഡ് ബൈ ടേക്കൺ ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. ഒപ്റ്റൈൻഡ് ബൈ ടേക്കൺ ഇൻറ്റു 100. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഈൽഡ് വുഡ് ബി ഈക്വൽ ടു ഒപ്റ്റൈൻഡ് ഈസ് 26.4 ഡിവൈഡഡ് ബൈ 330 ഡിവൈഡഡ് ബൈ
taken 0.1 into 100. 0.1 into 100. So you could get the percentage yield as, I hope the value would be obtained as 80%. Yes, 80% is obtained. 80%. So I hope you got it. Just നമ്മുടെ conversion efficiency എത്രയാണെന്ന് നോക്കിയാൽ മതി. അതായത് obtained by taken into 100 ചെയ്താൽ മതി. കിട്ടിയത് by കിട്ടേണ്ടിയിരുന്നത് into 100. നമുക്ക് എടുത്തിരുന്നത് 0.1 മോൾ. അപ്പോൾ കിട്ടേണ്ടിയിരുന്നത് എത്രയാണ്? 0.1 മോൾ. പക്ഷേ കിട്ടിയില്ല. obtained by total. കിട്ടേണ്ടിയിരുന്നത് 0.1. കാരണം 1 മോളിന് 1 മോളാണ് വരിക. അപ്പം കിട്ടേണ്ടിയിരുന്നത് 0.1. കിട്ടിയത് എത്ര? കിട്ടിയത് ബൈ കിട്ടേണ്ടിയിരുന്നത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% yield കിട്ടും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാലോ ആൽക്കൻ ഹാലോ എരിൻസിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഹാലോ ബെൻസീൻസ് ഫ്രം ദി ഫോളോയിങ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ സാൻമേയേഴ്സ് റിയാക്ഷൻ. നമുക്കറിയാം സാൻമേയേഴ്സ് റിയാക്ഷൻ ഒറിജിനൽ വെർഷനകത്ത് ഡയസോണിയം സോൾട്ടിനെ എടുക്കുന്നു. ഒന്നെങ്കിൽ CuBrഉം HBrഉം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബ്രോമോ ബെൻസീൻ. അപ്പോൾ ബ്രോമോ ബെൻസീനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ CuClഉം HClഉം എടുക്കും. CuClഉം HClഉം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ക്ലോറോ ബെൻസീൻ. അപ്പം നിങ്ങൾക്ക് ക്ലോറോ ബെൻസീനെ പ്രിപ്പയർ ചെയ്യാം. അതായത് ഈ രണ്ട് ഹാലോ ബെൻസീൻസിനെയാണ് നിങ്ങൾക്ക് ശരിക്കും സാൻമേയേഴ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്നത്. ഒറിജിനൽ വെർഷൻ ഓഫ് സാൻമേയേഴ്സ് റിയാക്ഷനുമായിട്ട് ഈ രണ്ടെണ്ണത്തെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. പിന്നെ ഇതിന് ഫർദർ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് അയഡോ ബെൻസീനെയും ഫ്ലൂറോ ബെൻസീനെയും ഒക്കെ പ്രിപ്പയർ ചെയ്തത്. ബ്രോമോ ബെൻസീനും ക്ലോറോ ബെൻസീനെയും മാത്രമേ നിങ്ങൾക്ക് ഒറിജിനൽ സാൻമേയേഴ്സ് റിയാക്ഷനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റൂ. അങ്ങനെയെങ്കിൽ 1ഉം 2ഉം 3ഉം ആയിരിക്കും കറക്റ്റായിട്ട് വരും. 82nd ക്വസ്റ്റ്യൻ 2ഉം 3ഉം കറക്റ്റായിട്ട് വരും. അപ്പം അങ്ങനെയെങ്കിൽ എത്ര എണ്ണത്തെ പ്രിപ്പയർ ചെയ്യാം? 2 എണ്ണത്തെ പ്രിപ്പയർ ചെയ്യാം. തന്നിരിക്കുന്നതിൽ 2 ഹാലോ ബെൻസീൻസിനെ നമുക്ക് സാൻമേയേഴ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 83. The heat of combustion of solid benzoic acid at constant volume is minus 321.30 kilojoule at 27 degrees Celsius. ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്തപ്പം ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവിനോട് ഈക്വൽ ആണ്. ആ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. minus 321.30 കിലോ ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ദ ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. വാല്യൂ തന്നിട്ടുണ്ട് minus 321.30 minus XR. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബെൻസോയിക് ആസിഡിന്റെ കമ്പഷൻ റിയാക്ഷൻ എഴുതണം. സോളിഡ് ബെൻസോയിക് ആസിഡ് C6H5COOH പ്ലസ് O2 ഗിവിങ് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 6 + 1 7 കാർബൺ ഉണ്ട്. അപ്പോൾ 7 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. 7 കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 5 + 1 6. അപ്പോൾ 3H2Oയും കിട്ടും. 3H2Oയും കിട്ടും. ഈ 3H2Oയും ഇവിടെ 14H2Oയിലും 2 ഓക്സിജൻ ഇവിടെ പോയിട്ടുണ്ട്. 3 ഓക്സിജനും 7 × 2 14 ഓക്സിജൻ. അപ്പോൾ 17 ഓക്സിജൻ ഉണ്ടായിരുന്നതിൽ 2 എണ്ണം ഇവിടെ പോയി. പിന്നെ എത്രയുണ്ട്? 15 ഓക്സിജൻ ഉണ്ട്. 15 ഓക്സിജൻ എന്ന് പറയുമ്പം ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 15/2 ഓക്സിജൻ വേണ്ടി വരും. 15/2 ഓക്സിജൻ. അങ്ങനെയെങ്കിൽ സോളിഡ് ബെൻസോയിക് ആസിഡ് ഗേഷ്യസ് ഓക്സിജൻ, ഗേഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ്, ലിക്വിഡ് വാട്ടർ. അങ്ങനെയെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്ത വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്തപ്പം എത്രയുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ എച്ച് വുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് പി ഡെൽറ്റ വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NgRT, ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ്. അങ്ങനെയെങ്കിൽ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി minus 321.30 പ്ലസ് 6 നമ്മൾ കിലോ ജൂളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6 കിലോ ജൂളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ NG എന്ന് പറയുമ്പോഴേക്കും
ഇവിടെ 7 ഉണ്ട്. 7 മൈനസ് 15/2 ഉണ്ട്. 7 മൈനസ് 15/2 എന്ന് പറയുമ്പോഴേക്കും -1/2 കിട്ടും. കാരണം 7 എന്ന് പറയുന്നത് 14/2 ആണ്. 14/2 ആണ്. അപ്പം നമുക്ക് കിട്ടുന്നത് -1/2 കിട്ടും. അങ്ങനെയെങ്കിൽ -1/2 R ഇൻറ്റു ടി എത്രയാണ്? ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടല്ലോ ടി എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ്, അതായത് 300 കെൽവിൻ മൾട്ടിപ്ലൈഡ് ബൈ 300 കെൽവിൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് -321.30 -150 R കിലോ ജൂൾസ് എന്ന് കിട്ടും. അല്ലെങ്കിൽ കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് എക്സിന്റെ വാല്യൂ എത്രയായി? ഇതാണല്ലോ ആറിനോടൊപ്പം കിടത്തിട്ടാമല്ലേ എക്സ് എന്ന് പറയുന്നത്. അത് 150 വരും. 150. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 150 ആയിരിക്കും. 150 ആയിരിക്കും ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 150. 83rd ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 150. നമുക്ക് 84th ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കോഹോൾ ഫീനോൾ ഈതേഴ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. പ്രോഡക്റ്റ് ആരാന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. സൾഫോണേഷൻ ആണ്. ആ സൾഫോണേഷൻ നടക്കുന്ന സമയത്ത്, ഫീനോളിനെ സൾഫോണേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് OHന്റെ ഓർത്തോയിലും പാരായിലും ഓരോ SO3H ഗ്രൂപ്പ് വരും. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പുകൾ OHന്റെ ഓർത്തോയിലും പാരായിലും വരും. ഇതിനെ നൈട്രേഷൻ നടത്തി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് നമുക്കറിയാം. നന്നായിട്ട് നൈട്രേഷൻ നടക്കും. SO3Hകൾ നല്ല ലീവിങ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ SO3H എല്ലാം പുറത്തു പോയിട്ട് നിങ്ങൾക്ക് 2,4,6 ട്രൈനൈട്രോഫീനോളിനെ കിട്ടും. പിക്രിക് ആസിഡിനെ കിട്ടും. 2,4,6 ട്രൈനൈട്രോഫീനോൾ. പക്ഷെ ചോദ്യം ഇതൊന്നുമല്ല. പ്രോഡക്റ്റിൻ്റെ എണ്ണമല്ല നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. പകരം പ്രോഡക്റ്റ് എയിലെ ഓക്സിജൻസിൻ്റെ എണ്ണവും പ്രോഡക്റ്റ് ബിയിലെ ഓക്സിജൻസിൻ്റെ എണ്ണത്തിൻ്റെയും കൂടെ സമ്മാണ് ചോദിച്ചത്. ഇത് പ്രോഡക്റ്റ് എ, ഇത് പ്രോഡക്റ്റ് ബി. ഓക്സിജൻസിൻ്റെ എണ്ണം പ്രോഡക്റ്റ് എയിലാണെങ്കിൽ 3 + 3 + 1 എത്രയായി? 7 ആയി. ഇവിടെയാണെങ്കിൽ 2 + 2 + 2 + 1 6 + 1 7 ആയി. അങ്ങനെയെങ്കിൽ ഓക്സിജൻ ആറ്റംസിൻ്റെ എണ്ണം നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ ദ കോമ്പൗണ്ട് എ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ ദ കോമ്പൗണ്ട് ബി, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 7 + 7 14 വരും. 14. സോ അങ്ങനെയെങ്കിൽ 84th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 14 വരും. 84th ക്വസ്റ്റ്യൻ 14 വരും. 85th ക്വസ്റ്റ്യൻ നോക്കാം. 85th ക്വസ്റ്റ്യൻ. The spin-only magnetic moment values of the ion among Ti2+, V2+, CO3+, and Cr2+ that act as a strong oxidizing agent in aqueous solution is dash Bohr magneton. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഇവർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇതിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് അക്വസ് മീഡിയയിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവരുടെ ബോർ മാഗ്നറ്റോൺ അല്ലെങ്കിൽ സ്പിൻ-ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്, ഇതിൽ ആരാണോ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് അതിന്റെ സ്പിൻ-ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്, തന്നിരിക്കുന്ന ഫോമിന്റെ സ്പിൻ-ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ 4 പേരിലെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്രോമിയം ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോമിയം Cr2+ എന്നാ ചെയ്യും? Cr2+ന്റെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. Cr2+ ആകുമ്പോഴേക്കും D4 കോൺഫിഗറേഷൻ ആണ്. 3D4 4s0 കോൺഫിഗറേഷൻ ആണ് വരിക. 4s0 കോൺഫിഗറേഷൻ. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ സ്പിൻ-ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് μs = n × n+2 വരും. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ക്രോമിയം ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരുമ്പോഴേക്കും എത്ര വരും? 4 വരും. 4 × 6 വരും. √4 × 6 വാല്യൂ വരുന്നത് 4 × 6 എന്ന് പറയുമ്പോഴേക്കും √24 വരും. ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 4.9 അടുത്തൊരു വാല്യൂ ആയിരിക്കും. സോ യു ക്യാൻ റൗണ്ട് ഓഫ് ഇറ്റ് ടു 4.9 ആണ്. റൗണ്ട് ഓഫ് ഇറ്റ് ടു നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 5 എന്ന് നിങ്ങൾക്ക് എഴുതാം. 5 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ കറക്റ്റ് വാല്യൂ 85th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 5 ആണ്. 5 ആയിരിക്കും 85th ക്വസ്റ്റ്യൻ ആൻസർ വരിക. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, th ക്വസ്റ്റ്യൻ നോക്കാം.
In the Lewis dot structure of NO2 minus, total number of valence electrons around nitrogen is. നമുക്ക് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് നൈട്രജൻ ഒന്ന് വരച്ച് നോക്കാം. ലോൺ പെയർസ് ഉണ്ട്, നൈട്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആവാനായിട്ട് ലോൺ പെയർ ഉണ്ട്, ഓവറോൾ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. എത്ര ഇലക്ട്രോൺ സിസ്റ്റം ആയി നോക്കി, എത്ര ഇലക്ട്രോൺ സിസ്റ്റം ആയി? കറക്റ്റ് ആയില്ലേ? So, nitrogen in the Lewis dot structure of NO2 minus, the total number of valence electrons around nitrogen is. Nitrogen എത്ര valence electron ഉണ്ട്? ഇവിടെ സിഗ്മ ബോണ്ടിന് വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺ ഉണ്ട്, സിഗ്മ ബോണ്ടിന് 2 ഇലക്ട്രോൺ ഉണ്ട്, സിഗ്മ ബോണ്ടിന് 2 ഇലക്ട്രോൺ ഉണ്ട്, പൈ ബോണ്ടിന് 2 ഇലക്ട്രോൺ ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. അങ്ങനെ 8 ഇലക്ട്രോൺസ് ആയില്ലേ? 8 ഇലക്ട്രോൺസ് ആയി. In the Lewis dot structure for NO2 minus, total number of valence electrons around nitrogen is 8 വരും. 86th question കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് 87th question നോക്കാം. The value of Rydberg constant RH is 2.18 into 10 raised to minus 18 joule. The velocity of electron having mass 9.1 into 10 raised to minus 31 kilogram in Bohr's first orbit of hydrogen atom is dash into 10 to the power 5 meter per second. Energy equal to RH into Z square by N square ആണ് RH എന്ന് പറയുന്ന സാധനം. ഈക്വൽ ടു Z square by N square എന്ന് വരും. RH into Z square N square. പക്ഷെ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ അല്ലേ, ഹാഫ് mv സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും വി സ്ക്വയർ ഈക്വൽ ടു 2RH Z square by N square ഇൻറ്റു എം എന്ന് വരും. അപ്പോൾ വിയുടെ വാല്യൂ എന്ത് വരും? വിയുടെ വാല്യൂ വരുന്നത് റൂട്ട് ഓഫ് 2 ഇൻറ്റു RH ഡിവൈഡഡ് ബൈ എം. റൂട്ട് എമ്മിന് ബാധകമാണ് ഇൻറ്റു ഇസഡ് ബൈ എൻ ചെയ്താൽ മതി, ഇസഡ് ബൈ എൻ. അങ്ങനെയെങ്കിൽ ഈ വാല്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു RH നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 2.18 ഇൻറ്റു 10 raised to 2.18 into 10 raised to minus 18 നമുക്ക് തന്നിട്ടുണ്ട്. 18 ഡിവൈഡഡ് ബൈ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 9.1 into 10 raised to minus 31 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ബോർസ് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എത്രയായി? ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ ആണ് 1 ആണ്. ഫസ്റ്റ് ഓർബിറ്റ് ആണ്, എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 2.188 ഇൻറ്റു 10 raised to minus 2.188 into 10 raised to 6 എന്ന് കിട്ടും. 2.188 into 10 raised to 6 meter per second എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? ഡാഷ് ഇൻ 10 raised to 5 meter per second ആണ്. ഡാഷ് ഇൻ 10 raised to 5 meter per second. അപ്പോൾ 21.88 into 10 raised to 5 meter per second എന്നാക്കണം. 5 meter per second. റൗണ്ട് ഓഫ് ചെയ്ത് നിയറസ്റ്റ് ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇതിന് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 22 എന്ന് എഴുതാം. 22 into 10 raised to 5 meter per second എന്ന് എഴുതാം. അങ്ങനെ കറക്റ്റായിട്ട് വരുന്ന വാല്യൂ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 22 എന്ന് വരും. 22 into 10 raised to 5 meter per second. 87th question 22 എന്ന് വരും. 22. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് 88th question നോക്കാം. During the kinetic study of reaction 2A plus B giving C plus D, the following results were obtained. And based on the above data, overall order of the reaction. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്കൊരു റേറ്റ് ഇക്വേഷൻ എഴുതി നോക്കാം. Rate of the reaction would be equal to K into A raised to X into B raised to Y എന്ന് എഴുതോട്ടെ. അപ്പം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ് അപ്രോച്ച് ചെയ്യുക. കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ് ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന 2 ഡേറ്റ എടുത്ത് 2ഉം 3ഉം എടുത്ത്. ഇവിടെ എയുടെ കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം R2 ഡിവൈഡഡ് ബൈ R3 ഞാൻ എടുക്കും. R2 ഡിവൈഡഡ് ബൈ R3 എടുക്കുകയാണെങ്കിൽ കെയും കട്ടായി പോവും. എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെയുള്ള ബിയുടെ കോൺസെൻട്രേഷനുള്ള. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ
0.2 raised to y divided by 0.4 raised to y would be equal to 7.2 into 10 raised to minus 2 divided by 2.88 into 10 raised to minus 1 എന്ന് കിട്ടും. 2.8 into 10 raised to minus 1 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1/2 the whole raised to y equal to 0.25 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 0.25നെ നമുക്കൊന്ന് വ്യക്തമായിട്ട് എഴുതാം. 1/2 raised to y would be equal to 0.25 എന്ന് പറയുമ്പോഴേക്കും 1/4 അല്ലേ സാധനം, 1/4. അപ്പോൾ 1/4 അങ്ങനെയെങ്കിൽ 1/4നെ എനിക്ക് മറ്റൊരു ഫോമാറ്റിൽ എഴുതാം. 1/2ന്റെ ടേംസിൽ 1/4നെ എഴുതുവാണെങ്കിൽ 1/2 the whole square എന്ന് എനിക്ക് എഴുതാമല്ലോ. അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് y would be equal to 2 എന്ന് വരും. വാല്യൂ ഓഫ് y would be equal to 2 എന്ന് വരും. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്കിപ്പം വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. വൈയുടെ വാല്യൂ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അവിടെ ബി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ടേമുകളെ എടുക്കണം. ഇപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നപ്പോൾ ബീനെ കിട്ടി. ബി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് വാല്യൂ എടുത്താൽ നമുക്ക് എയിനെയും കിട്ടും. അപ്പോൾ നമുക്ക് 1ഉം 4ഉം കൂടെ എടുക്കാം. 1ഉം 4ഉം അവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേഷ്യോസ് നമുക്ക് എടുക്കാം. റേഷ്യോ എടുക്കുന്ന സമയത്ത് 0.1ഉം 0.4ഉം ഓക്കെ R1/R4 ബ്ലൈസ് 0.1/1 raised to x by 0.4 raised to x എന്ന് വരും അല്ലേ. 0.1ഉം 0.4ഉം അല്ല, 0.1ഉം 0.4ഉം. അങ്ങനെയെങ്കിൽ 6 into 10 raised to minus 3, 2.4 into 10 raised to minus 2. 6 into 10 raised to minus 3 divided by 2.4 into 10 raised to minus 2. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ വാല്യൂ. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന വാല്യൂ അനുസരിച്ചാണെങ്കിൽ ഓക്കെ ബ്ലൈസ് 1/4 the whole raised to x എന്ന് പറയുന്നത് നമുക്കിത് 6 into 10 raised to minus 3 by 24 into 10 raised to minus 3 നാക്കാം. അപ്പോൾ ഇതും കട്ട് ചെയ്യാം. ഇതും കട്ടായി 1/4 വന്നു. സോ 1/4 raised to x എന്ന് പറയുന്നത് 1/4 തന്നെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈൻ്റെ വാല്യൂവും കിട്ടി. ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതി നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 2 എന്ന് വരും. അപ്പോൾ ഓർഡർ എത്രയാണ്? 1 + 2 3 വരും. തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ദിസ് റിയാക്ഷൻ ഇസ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ. 3 വരും. സോ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 3 വരും. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 89th ക്വസ്റ്റ്യൻ നോക്കാം. 89th ക്വസ്റ്റ്യൻ. An artificial cell is made by encapsulating 0.2 molar glucose solution. അപ്പോൾ വലിയൊരു സെല്ല് ഉണ്ടാക്കി. ആ സെല്ലിനകത്ത് മറ്റൊരു സെമി പെർമിയബിൾ മെംബ്രെയിനകത്ത് സൊല്യൂഷൻ വിത്തിൻ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇതിനകത്തൊരു 0.2 മോളാർ ഗ്ലൂക്കോസിനെ എടുത്തു വെച്ചിരുന്നു സെമി പെർമിയബിൾ മെംബ്രെയിൻ. An artificial cell is made by encapsulating 0.2 molar glucose solution within a semi-permeable membrane. The osmotic pressure developed when the artificial cell is placed with a 0.5 molar solution of NaCl. അപ്പം എന്ത് ചെയ്തു? 0.05 molar NaCl ഇതിനകത്ത് എടുത്തു വെച്ചെങ്കിൽ ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ഓസ്മോട്ടിക് പ്രഷർ എടുത്താൽ പോരെ? ഓസ്മോട്ടിക് പ്രഷർസ് ക്യാൻസൽഡ് ആയി പോകും. റിസൾട്ടൻ്റ് എടുത്താൽ മതി. അത് π1 - π2 എടുത്താൽ മതി. π1 - π2. അങ്ങനെയെങ്കിൽ നമുക്ക് I1 m1 RT മൈനസ് I2 m2 RT ചെയ്താൽ മതി. I2 m2 RT ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ IMൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ IMൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്കിത് NaCl ഉണ്ട്. 0.2 ആണ് വലിയ വാല്യൂ എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസിൻ്റെ എൻ ഫാക്ടർ ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 × 0.2 × RT മൈനസ് I2 എത്രയാണ്? I2 എന്ന് പറഞ്ഞാൽ NaClൻ്റെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വരും. 2 × 0.05 × RT എന്ന് വരും. RT
RT കോമൺ എടുക്കുകയാണെങ്കിൽ 0.2 മൈനസ് 0.1 ഇൻറ്റു RT എന്ന് വരും. സോ 0.1 RT എന്ന് വരും. ആറിൻ്റെ വാല്യൂ എത്ര എടുക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 0.083 എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 0.1 ഇൻറ്റു 0.083 ഇൻറ്റു T എത്രയാണ്? 300 കെൽവിനിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. 300 കെൽവിൻ. സോ 300. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.083 ഇൻറ്റു 30 എന്നായിരിക്കും. 30 ചെയ്ത് വരുമ്പോൾ കിട്ടേണ്ട വാല്യൂ 2.5 എന്നൊരു വാല്യൂ ആണ് കിട്ടേണ്ടത്. 2.5 നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് സംതിങ് ഇൻറ്റു 10⁻⁻1 എന്നുള്ള ഫോമാറ്റിലല്ലേ? സംതിങ് ഇൻറ്റു 10⁻⁻1 എന്നുള്ള ഫോമാറ്റിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ 25 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ആൻസർ വരുന്നത് 25 എന്ന് വരും. 25 18th ക്വസ്റ്റ്യൻ 25 എന്ന് വരും. 25 ആക്ച്വൽ വാല്യൂ 24.9 എന്നാണ് വരുന്നത്. റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് ഇൻറ്റീജർ 25ലേക്ക് നിങ്ങൾക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ 30th ക്വസ്റ്റ്യൻ. ഇൻ എ ബോറാക്സ് ബീഡ് ടെസ്റ്റ്, under hot condition, a metal salt, one from the given, is heated at the point B of the flame, resulting in green color salt bead. The spin only magnetic moment value of the salt is. ഗ്രീൻ കളേർഡ് സോൾട്ട് ബീഡ് വന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ബി റീജിയണിൽ വെച്ച് ചൂടാക്കിയപ്പം, അതായത് നോൺ ലൂമിനസ് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയപ്പോൾ ഗ്രീൻ ഫ്ലെയിം തന്നിട്ടുണ്ടെങ്കിൽ അത് ആരാവാനാ സാധ്യത? Fe3+ ആവാനാണ് സാധ്യത. ബോറാക്സ് ബീഡ് ടെസ്റ്റിൽ ഗ്രീൻ കളേർഡ് ഫ്ലെയിം അല്ല, ഗ്രീൻ കളേർഡ് ബീഡ്സ് തരുന്നത് Fe3+ ആണ്. അങ്ങനെയെങ്കിൽ Fe3+ന്റെ സ്പിൻ ഉള്ള മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ നമുക്കറിയാം. D6 കോൺഫിഗറേഷൻ ഉള്ള ആളാണ് Fe എന്ന് പറയുന്നത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ ആണ്. അപ്പം 3D6 4s2 ആയിരുന്നു കോൺഫിഗറേഷൻ. 3 ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോൾ 3D5 ആവും. 3D5 ആവുകയാണെങ്കിൽ നിങ്ങളോട് μs എന്ന് പറയുന്നത് μs 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. സോ √5 ഇൻറ്റു 5 + 2 7. സോ √35. √35 എന്ന് പറയുന്നത് 5.89 ആ റീജിയണിൽ ഒരു വാല്യൂ. റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് ഇൻറ്റീജർ ആണെങ്കിൽ 6 എന്ന് നിങ്ങൾക്ക് എടുക്കാം. 6 ബോർ മാഗ്നറ്റോൺ എന്ന് എടുക്കാം. 6 ബോർ മാഗ്നറ്റോൺ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ 90 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 61 to 90 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ JEE മെയിൻസിൻ്റെ സെക്കൻഡ് ഫേസിലെ phase 2 ഏപ്രിൽ 5-ാം തീയതി മോർണിംഗ് സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ അന്ന് എഴുതിയവർക്കൊക്കെ എക്സാം എളുപ്പമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാണുന്നവർ നല്ല രീതിയിൽ പഠിക്കുക, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. സോ സ്റ്റഡി വെൽ, സ്റ്റഡി ഹാർഡ്, ടേക്ക് കെയർ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.